അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആവശ്യമായി കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട്. പെരിഞ്ജീരകം, ഏലക്ക, കുരുമുളക്, പട്ട, ഉണക്കനാരങ്ങ, പിന്നെ അല്പം മല്ലിച്ചീരയും പുതിനയും. ഞാൻ ചിക്കന് നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒന്ന് ഫോർക്ക് വച്ചൊക്കെ കുത്ത കൊടുക്കാം. സ്പൈസസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അധികം വലിയ റെസിപ്പിയൊന്നുമല്ല, എന്നാലും രുചിയായിരിക്കും. ഞാൻ അല്പം കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 മാഗി ക്യൂബാണ് കേട്ടോ. ഇനി സൺഫ്ലവർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്ര നേരം വെക്കുവോ അത്രയും ടേസ്റ്റാണ്. ചിക്കൻ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ കിടക്കട്ടെ. മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ വേകുന്നുണ്ട്. ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റും കൂടെ അറിയിച്ചേക്കണേ. ചോറിനായിട്ട് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തും അല്പം സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ എണ്ണ മാറ്റിയിട്ടുണ്ട്. അത് നമുക്കിനി റൈസിൽ ഒഴിക്കാനാണ്. ഞാൻ കാണിക്കാൻ വിട്ടുപോയി. വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. അരി വിട്ടിട്ടുണ്ട്. ഇത് മന്തി റൈസ് ഒന്നുമല്ല, സാദാ ബിരിയാണിയുടെ അരിയാണ്. ഒരു തട്ടിക്കൂട്ടി മന്തി എന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ടിനി അരി വേകട്ടെ. ചോറ് വെന്തിട്ടുണ്ട്. നമുക്കിനി വേവിച്ച ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് മാറ്റി വെച്ച എണ്ണ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് ഞാൻ താഴെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചുറ്റിനും പച്ചമുളകൊക്കെ വെച്ചു. ചാർക്കോൾ വെച്ചിട്ട് അതിനകത്തോട്ട് സൺഫ്ലവർ എണ്ണ ഇത് ആ പുക പോകുന്നതിന് മുമ്പ് തന്നെ മൂടി വെച്ച് അടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും.